നല്ല പോരാട്ടം പോരാടി ഓട്ടമോടിടാം, വല്ലഭന്റെ നല്ല പാത പിന്തുടർന്നിടാം. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. കർത്താവിൻ്റെ വരവ് താമസിക്കും തോറും ഞാൻ കൂടുതൽ കൂടുതൽ നിർമ്മലത. 1000 മീറ്റർ ഓടാൻ ഉള്ള ഒരു ഓട്ടം എൻ്റെ മുമ്പിലുണ്ടെങ്കിൽ ഒരു നിമിഷം കൊണ്ട് ഞാൻ 1000 മീറ്റർ ഓടണമെന്ന് നിർബന്ധമില്ല, പറ്റത്തില്ല. ഞാനിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഞാൻ കുറേ കൂടെ അടുത്ത്. പൗലോസ് യാത്ര തുടങ്ങുമ്പോൾ പറയുന്നു, ഞാൻ പിടിച്ചു എന്ന് നിരൂപിക്കുന്നില്ല, പിടിക്കാമോ എന്ന് വെച്ച് ഓടുന്നതേ ഉള്ളൂ. പിടിക്കാമോ എന്ന് വെച്ച് നിൽക്കുകയല്ല, പിടിക്കാമോ എന്ന് വെച്ച് ഓടുകയാണ്. ഇന്നലത്തേക്കാൾ നമ്മൾ പാട്ടൊക്കെ, അത് ഈ പഴയ പാട്ടുകളൊക്കെ എന്നാ നല്ല പാട്ടുകളാണ് അല്ലേ. ഇന്നലേക്കാൾ ഇന്ന് ഞാൻ പ്രിയൻ നാടിനോട് ഏറ്റവും അടുത്തതേ, എനിക്ക് എത്ര ആനന്ദം നോക്കേ. ഓ എന്തൊരു സന്തോഷമല്ലേ. കുറേ കൂടെ അടുത്ത്. ഇപ്പോൾ ടാർഗറ്റ് പോയിൻ്റൊക്കെ കണ്ടു തുടങ്ങി. നേരത്തെ ഇതൊന്നും കാര്യമായിട്ട് കാണാതെ ഓട്ടം തുടങ്ങിയത്. പക്ഷേ ഇപ്പം എൻ്റെ മുമ്പിൽ ആ ഓട്ടം ഉണ്ട്. പിടിക്കാമോ എന്ന് വെച്ച് ഞാനും ഓടുകയാണ്. അങ്ങനെ ഓടി ഒരു ദിവസം പൗലോസ് പറയാണ്, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നു. അതെ, അങ്ങനെയും പറയും കേട്ടോ. ചിലർ പറയും, അങ്ങനെ വല്ലതും ആരെങ്കിലും പറഞ്ഞാൽ ഞാൻ അങ്ങ് ചെല്ലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ പറയും അഹങ്കാരി. അത് അഹങ്കാരമല്ല, കോൺഫിഡൻസാണ്. ഞാൻ എൻ്റെ പ്രിയൻ്റെ നാടിനോട് ഏറ്റവും അടുത്ത് ഞാനിപ്പോൾ അവിടെ ചെല്ലും എന്ന് പറയുന്നത് അഹങ്കാരം പറയുകയല്ല. ചിലർ പറയുന്നത് അങ്ങനെയാണ്. ആരാ വിശുദ്ധന്മാർ, ആരുണ്ട്, ആരുമില്ല, നമ്മളെ കൊണ്ട് ഒരിക്കലും വിശുദ്ധനാകാൻ പറ്റത്തില്ലെന്നൊക്കെ പഠിപ്പിക്കുന്നവരുണ്ട്. അങ്ങനെ ഞാനിത് അനുസരിക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അഹങ്കാരിയാണെന്ന് പറയാറുണ്ട്. അല്ല, ഞാൻ അനുസരിക്കുന്നത് എൻ്റെ ശക്തി കൊണ്ടല്ല. അങ്ങനെ ആകുമ്പോഴല്ല എനിക്ക് അഹങ്കരിക്കാനുള്ളൂ, ഇല്ലേ. ഇന്ന് നമ്മൾ കേട്ട കാര്യമുണ്ടല്ലോ, ഞാൻ നിർത്തിയതല്ല, ഞാൻ നിന്നതല്ല, എന്നെ നിർത്തിയതാണ്. അവൻ എന്നെ കൊണ്ടുപോവുകയാണ്. അടിസ്ഥാനപരമായി എന്നെ വിശുദ്ധിയിലേക്ക് നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ഞാൻ ആകെ ചെയ്യുന്നത് പരിശുദ്ധാത്മാവിന് കീഴ്പ്പെട്ട് ഞാൻ മുന്നോട്ട് പോകുകയാണ്. അവൻ എന്നെ കൊണ്ടുപോകും, അവൻ അത് നിർവഹിക്കും എന്നാണ്. നിങ്ങളുടെ നല്ല വേല തുടങ്ങിയവൻ അത് നിർവഹിക്കും, നിവർത്തിക്കും. യെസ്, ഞാനങ്ങ് ചെല്ലും. എനിക്ക് ഉറപ്പുണ്ട് കർത്താവ് വന്നാൽ പോകുമെന്നുള്ള നല്ല ഉറപ്പ് എനിക്കുണ്ട്. അത് അഹങ്കാരമൊന്നുമല്ല പറയുന്നത്, അതാണ് കോൺഫിഡൻസ്. അതെൻ്റെ ബോധ്യമാണ്. കാരണം അത് കണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. എനിക്ക് വേറെ ഭൂമിയിൽ ഒരു ആഗ്രഹങ്ങളുമില്ല, ഭൗമികമായ മോഹങ്ങളൊന്നും എനിക്കില്ല. ഞാൻ കഴിക്കുകയും കുടിക്കുകയൊക്കെ ചെയ്യാനുള്ളതൊക്കെ കർത്താവ് എനിക്ക് തന്നിട്ടുണ്ട്. അത്യാവശ്യമുള്ള എല്ലാ കാര്യങ്ങളും തന്നിട്ടുണ്ട്. ഇനി അത് തന്നില്ലെങ്കിലും ഇന്ന് നമ്മൾ പാട്ട് പാടിയപ്പം പാടിയ കാര്യമുണ്ടല്ലോ, കഷ്ടതയായിരിക്കും, പട്ടിണിയായിരിക്കും, ചിലപ്പോൾ അതൊക്കെ വന്നെന്നിരിക്കും, എല്ലാവരും പഴിച്ചെന്നിരിക്കും, ദുഷിച്ചെന്നിരിക്കും. അതുണ്ടോ ഇല്ലയോ അതും എനിക്ക് വിഷയമല്ല. ഇനി ആരെങ്കിലും കൂടെ അതും ഇതൊക്കെ പറഞ്ഞു എനിക്ക് വിഷയമല്ല. കാര്യം എനിക്കൊരു കാര്യം അറിയാം, എൻ്റെ പ്രാണപ്രിയനോട് ഞാൻ ഏറ്റവും അടുത്തിരിക്കുന്നു എന്നുള്ള ബോധ്യം. എന്നാൽ ആ അടുപ്പത്തിൻ്റെ എല്ലാ നിമിഷങ്ങളിലും ഞാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കണം. നമ്മൾ കണ്ടല്ലോ, നമ്മൾ വിശുദ്ധിയിൽ നമ്മളെ തന്നെ ഒരുക്കണം. കാര്യം നമ്മളെ വിളിച്ചത് തന്നെ 1 തെസ്സലോനിക്കർ 4:3 ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ വിശുദ്ധീകരണം തന്നെ. ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ വിശുദ്ധീകരണം തന്നെ. അതിൻ്റെ 7-8 വാക്യങ്ങൾ വായിക്കുമ്പോൾ വിശുദ്ധിയാണ്. അതിനെ തുച്ഛീകരിക്കുന്നവൻ മനുഷ്യരെയല്ല, തൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്ന ദൈവത്തെ അത്രേ തുച്ഛീകരിക്കുന്നത്. കാര്യം പരിശുദ്ധാത്മാവിനെ ദൈവം നൽകി എന്തിനു വേണ്ടിയാ? വിശുദ്ധിയിൽ ജീവിക്കാൻ വേണ്ടി. ആ വിശുദ്ധിയാണ് കർത്താവിന് എന്നെക്കുറിച്ചുള്ള ആഗ്രഹം എന്ന് പറയുന്നത്. നമ്മൾ വിശുദ്ധിയെ 2 കൊരിന്ത്യർ 7:1 വിശുദ്ധിയെ തികച്ചുകൊള്ളുക എന്നാണ് പറയുന്നത്. വിശുദ്ധിയെ തികച്ചുകൊള്ളുക, അതാണ് കർത്താവ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെളിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. അപ്പോൾ കർത്താവിൻ്റെ വരവിന് വേണ്ടിയുള്ള ഒരുക്കം എങ്ങനെയാണ്? വിശുദ്ധിയിലാണ് ഒരുങ്ങേണ്ടത്. എന്നെ കേൾക്കുന്ന എല്ലാവരോടും ഞാൻ പറയട്ടെ, കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് വല്ല പ്രത്യാശയും നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരുക്കം
എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായ കാര്യം. നമ്മൾ ഓരോ വേദഭാഗത്തിലും, 1 പത്രോസിൻ്റെ ലേഖനത്തിൽ നിന്ന് നമ്മൾ വായിച്ച് നിർത്തിയ ഒരു വേദഭാഗമാണ് 1 പത്രോസിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 13 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ആകയാൽ നിങ്ങളുടെ മനസ്സ് ഉറപ്പിച്ച് നിർമ്മതരായി യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയെങ്കിൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളുവിൻ. പിന്നീട് പ്രായോഗികമായ കാര്യങ്ങൾ ഒക്കെയാണ് പറയുന്നത്. പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവിൻ. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പിൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അപ്പം എൻ്റെ ചിന്തയും ആഗ്രഹവും മോഹവും എല്ലാം ഇതാണ്. കർത്താവിൻ്റെ വരവിന് ഉള്ള എൻ്റെ ഒരുക്കമെന്ന് പറയുന്നത് എന്നെ തന്നെ വിശുദ്ധീകരിച്ചു കൊണ്ടാണ്. കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. വിശുദ്ധ വസ്ത്രം, വിശുദ്ധന്മാരുടെ നീതിപ്രവൃത്തികൾ, അതൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. കർത്താവിൻ്റെ വരവിന് വേണ്ടി നമ്മൾ വിശുദ്ധിയിൽ ഒരുങ്ങണം. പിന്നെ ഞാൻ പറഞ്ഞു, നമ്മുടെ കുടുംബങ്ങളെ ഒരുക്കണം, നമ്മുടെ തലമുറയെ ഓർക്കണം, അവരെ വിശുദ്ധിയിൽ ഒരുക്കണം, വിളിച്ചിരുത്തി അത് പഠിപ്പിക്കണം. എല്ലാ വീട്ടിലും കുടുംബ പ്രാർത്ഥന വേണം. ആ കുടുംബ പ്രാർത്ഥനയിൽ ദൈവവചനം വായിച്ച് കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് പറയണം. പണ്ട് കാലത്തൊക്കെ എല്ലാ വീട്ടിൽ ചെന്നാലും കേൾക്കുന്നത് മുഴുവൻ വിശുദ്ധ ജീവിതത്തെക്കുറിച്ചാണ്. വിശുദ്ധ ജീവിതം, കർത്താവിൻ്റെ വരവിനെക്കുറിച്ചാണ് നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. വല്ലാത്ത ഒരു തലമുറയായത്. നമ്മുടെ കുഞ്ഞുങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി സ്ട്രഗിൾസ് അനുഭവിക്കുന്നുണ്ട്. ഞാൻ ചിന്തിക്കാറുണ്ട്, എൻ്റെ ചെറിയ പ്രായത്തിൽ ഇത്രയും പ്രയാസമൊന്നും ഇല്ലായിരുന്നു വിശുദ്ധ ജീവിതം ജീവിക്കാൻ. അന്ന് എന്തെങ്കിലുമൊക്കെ മോശമായ കാര്യങ്ങൾ കാണിച്ചാൽ അവനെ കൂട്ടുകാർ പോലും ഒറ്റപ്പെടുത്തുമായിരുന്നു. ഞാൻ ഓർക്കുന്നുണ്ട്, അന്നൊക്കെ വലിയ കാര്യം എന്ന് പറയുന്നത് ബീഡി വലിച്ചു, അല്ലെങ്കിൽ സിഗരറ്റ് വലിച്ചു, ഇതൊക്കെയാണല്ലോ. അന്നൊരുത്തം ബീഡി വലിച്ചാൽ പിന്നെ അവൻ്റെ അടുത്ത് ആൾക്കാർ അടുക്കത്തില്ല, അവനെ ഒറ്റപ്പെടുത്തും. പിന്നെ അങ്ങോട്ട് കൂടുതൽ എന്തെങ്കിലും പറഞ്ഞാൽ പറയേണ്ട കാര്യമില്ല. ഒരു പെണ്ണിൻ്റെ പുറകെ പോയെന്ന് പറഞ്ഞാൽ പിന്നെ അറിയണ്ട. അതുപോലെ പാപം ചെയ്യുന്നവനെ ഒറ്റപ്പെടുത്തുന്ന ഒരു കാലഘട്ടമായിരുന്നു ഞങ്ങളുടെയൊക്കെ കാലഘട്ടം. എന്നാൽ ഇന്ന് നേരെ തിരിച്ചാ, പാപം ചെയ്യാത്തവനെയാണ് ഇന്ന് ഒറ്റപ്പെടുത്തുന്നത്. നീ ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് എന്ന് തന്നെയല്ല, ഈ മയക്കുമരുന്നും മറ്റുള്ള കാര്യങ്ങളും എല്ലാം വല്ലാത്ത ഒരു സ്റ്റേജിൽ. ഇതിനിടയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ വിശുദ്ധ ജീവിതം ജീവിച്ചാൽ അവരെ വളരെ അപ്രീഷിയേറ്റ് ചെയ്യണം. കാരണം അതുപോലെ ഒരു കാലഘട്ടമായത്. അങ്ങനെ നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തണം, വിശുദ്ധിയിൽ വളർത്തണം. നമ്മളിന്ന് നെഹമ്യായുടെ കാര്യം പറഞ്ഞല്ലോ. ജനം പാപങ്ങളിലേക്ക് വീണത് കണ്ടപ്പോൾ, വേർപാടിൻ്റെ മതിൽ ഇടിഞ്ഞുപോയി അത് കണ്ടു കഴിഞ്ഞപ്പോൾ, അതിനെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ നെഹമ്യാ ചെയ്യുന്ന എന്താ? ഭയങ്കരമായിട്ട് കരയുകയാണ്. ദൈവസന്നിധിയിൽ അവൻ്റെ തലമുറയുടെ പാപം വരെ ഏറ്റുപറയുക. അവൻ പാപം ചെയ്തിട്ടല്ല, അവൻ്റെ തലമുറയുടെ പാപം ഏറ്റുപറയുക. അവൻ കരയുകയാണ്, പ്രാർത്ഥിക്കുകയാണ്, ഉപവസിക്കുകയാണ്. നമ്മളിതെല്ലാം ചെയ്യണം, പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും എല്ലാം ചെയ്യണം. പിന്നെ വേറൊരു കാര്യം, ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് മതിൽ പണിയാനും പോകണം. അല്ലാതെ പ്രാർത്ഥിച്ചാൽ മാത്രം പോരെ, പ്രാർത്ഥിക്കണം. പക്ഷെ പ്രാർത്ഥനയോടൊപ്പം ഓർക്കേണ്ട കാര്യമുണ്ട്, ഈ മതിൽ പണിയുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. നമ്മുടെ സഭയുടെ മതിൽ തകർന്നു പോകരുത്. ഇവിടെയുള്ള മിക്കവാറുമുള്ള സഭകളുടെയൊക്കെ മതിലില്ല. എന്ന് പറഞ്ഞൊരു കാര്യം കാണാൻ പോലും ഇല്ലാത്തൊരവസ്ഥ. ലോകവും സഭയും ഒരുമിച്ച് കൂടിക്കലർന്ന് കിടക്കുന്ന അവസ്ഥ. നമ്മുടെ സഭയ്ക്കത് പറ്റരുത്. അതുകൊണ്ട് ഭയങ്കരമായിട്ട് നമ്മൾ അലേർട്ടായിരിക്കണം. നമ്മുടെ സഭയുടെ മതിൽ പണിയണം. ലോകം നമ്മളെ ഉള്ളിലേക്ക് കടക്കരുത്, മതിൽ പണിയണം. അങ്ങനെ നമ്മൾ നമ്മുടെ കുടുംബങ്ങളെ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കണം. അടുത്ത ഒരു ലെവലിലേക്ക് നമ്മൾ കയറുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അതായത് നമ്മൾ ഒരുങ്ങണം, നമ്മുടെ കുടുംബത്തെ ഒരുക്കണം. അതേപോലെ തന്നെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണ് എന്താണെന്നറിയാമോ? നമ്മുടെ സഭയെ ഒരുക്കണം. സഭയെ ഒരുക്കണം. We need to prepare our church for the coming of the Lord. സഭയെ ഒരുക്കണം. സഭ ഈ ലോകത്തിലാണ് ജീവിക്കുന്നത്, നമ്മൾ ഒരുക്കണം. നമ്മുടെ സഭയിലേക്ക് വരുന്ന എല്ലാവരും ഈ പറഞ്ഞതുപോലെ ഒരു ഹയർ ലെവലിൽ ആത്മീയത അറിയാവുന്നവരായിരിക്കണമെന്നില്ല, അവരെ പഠിപ്പിക്കണം. സഭയിൽ ശുശ്രൂഷകരെ ദൈവമാക്കിയിരിക്കുന്നത് പോലും സഭയെ ഒരുക്കാൻ വേണ്ടിയാണ്. കർത്താവ് നമ്മളെ ഇൻഡിവിജ്വലായിട്ട് വിളിച്ച്, അതാണ് പൗരസ്ത്യ മതങ്ങളിലൊക്കെ
ഇൻഡിവിജ്വൽ സ്പിരിച്വാലിറ്റിയാണ്. അതായത് വ്യക്തിഗത ആത്മീയത എന്നുള്ള വാക്ക് ഞാനങ്ങ് ഉപയോഗിക്കുകയാണ്. മതം, വ്യക്തിഗത മതം, അതിനകത്ത് ഒരു സാറ്റിസ്ഫൈഡാണ്. ഒരുത്തൻ അവന് ദൈവത്തെ വിളിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ അവനൊരു സമൂഹത്തെ നന്നാക്കാനൊന്നും അവന് ബാധ്യതയൊന്നുമില്ല. അവൻ പറയുന്നത് നീ പ്രാർത്ഥിക്കണം, നീ ദാനധർമ്മങ്ങൾ ചെയ്യണം, നീ അത് ചെയ്യണം, ഇത് ചെയ്യണം, പിന്നൊന്നുമില്ല. അത് നീയും ദൈവവും തമ്മിലുള്ള ബന്ധം, അവർ പറയുന്ന ദൈവം, ആ ബന്ധം. ഇൻഡിവിജ്വൽ സ്പിരിച്വാലിറ്റിയാണ് ഈസ്റ്റേൺ സ്പിരിച്വാലിറ്റിയുടെ പ്രത്യേകത, വ്യക്തിഗത മത ചിന്ത. പക്ഷേ വേദപുസ്തകം അങ്ങനെ വ്യക്തിഗത മത ഇടപെടൽ കൊണ്ട് സംതൃപ്തമാകുന്നില്ല. ഞാൻ യേശുവിനെ അറിഞ്ഞാൽ, അപ്പോൾ അങ്ങനെ ഇന്നിപ്പോൾ അങ്ങനെ ഉണ്ട്, അങ്ങനെ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നുണ്ട്. നമ്മൾ രക്ഷിക്കപ്പെട്ടു, അത് മതി, എല്ലാവരെയും നന്നാക്കാൻ നമുക്ക് പറ്റുമോ? സഭയിൽ പോലും പോകാത്ത ആളുകളുണ്ട്, സഭയിൽ പോകത്തില്ല. അതെന്തിനാ? സഭ ഞാനും ദൈവവും തമ്മിലുള്ള ബന്ധമില്ല. ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ ഉള്ളൊരു ചിന്തയാണ്, ഞാനും ദൈവവുമായിട്ട് നല്ല അടുപ്പമാണ്, ഞാൻ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അടുപ്പം എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ, പ്രാർത്ഥിക്കുന്നുള്ളെന്ന് പറയുന്നത്, അല്ലാതെ വേറെ ഒന്നുമല്ല. അതുകൊണ്ട് സഭ വലിയ അത്യാവശ്യമില്ല. സഭയിൽ ആരാ നല്ല ആൾക്കാരുള്ളത് എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. പണ്ട് കാലത്ത് ഒരു വല്യപ്പനെ കുറിച്ച് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. വല്യപ്പൻ്റെ ചിന്ത, വല്യപ്പൻ മാത്രമേ ഉള്ളൂ വിശുദ്ധൻ, ബാക്കി എല്ലാവരും അശുദ്ധരാ. അതുകൊണ്ട് പുള്ളി സഭയിൽ പോകത്തില്ല, തിരുവത്താഴത്തിനൊന്നും പുള്ളി പോകത്തില്ല. ഒരു ദിവസം ഒരാൾ ചെന്നപ്പോൾ ഞായറാഴ്ച രാവിലെ പുള്ളിയുടെ വീട്ടിൽ നിന്ന് അപ്പമൊന്നെടുത്തവൻ വാഴ്ത്തി നുറുക്കി നൽകി പാട്ടൊക്കെ കേൾക്കുന്നു. ഇവിടെ എന്തോ സഭയൊന്നും തുടങ്ങി എന്ന് നോക്കിയപ്പോൾ ഇല്ല, അപ്പച്ചൻ മാത്രമേ ഉള്ളൂ. അപ്പച്ചൻ തന്നെ പാട്ടുമൊക്കെ പാടി, അപ്പച്ചൻ തന്നെ അപ്പമൊക്കെ തിന്നുക. കാര്യം മറ്റവരുടെ കൂടെ അത് കൊള്ളത്തില്ല, അവന്മാർ ഒന്നും ശരിയല്ല. അങ്ങനെ ഒരു ആത്മീയത വേദപുസ്തകം വിഭാവന ചെയ്യുന്നില്ല. വേദപുസ്തകം വിഭാവന ചെയ്യുന്നത്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മനസ്സിൽ ആത്യന്തികമായി കിടക്കുന്നത് സഭയാണ്. കർത്താവ് നമ്മളെ വിളിച്ചത് വ്യക്തിപരമായിട്ടാണ്, ഒരു സമൂഹമായിട്ടല്ല നമ്മളെ കർത്താവ് വിളിച്ചത് ദൈവം വ്യക്തിപരമായിട്ടാണ്. വ്യക്തിപരമായാണ് നമ്മൾ കർത്താവിനെ സ്വീകരിച്ചത്. വിളിച്ചത് വ്യക്തിപരമായിട്ടാണെങ്കിലും വിളിച്ചാക്കിയത് സഭയിലേക്കാണ്. അപ്പോൾ കർത്താവിൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് സഭയാണ്. ഇൻഡിവിജ്വൽസ് അതിൻ്റെ ഭാഗമാണെന്നുള്ളതേ ഉള്ളൂ. അതായത് ഒരു വ്യക്തി ആത്മീയമായി വളരേണ്ടത് സഭയുമായി റിലേറ്റഡായിട്ടാണ്. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടല്ലോ. അതുകൊണ്ട് വ്യക്തിപരമായി നമ്മൾ ഒരുങ്ങണം. നമ്മൾ ഭാഗമായിരിക്കുന്ന, തീർച്ചയായിട്ടും നമ്മൾ ഭാഗമായിരിക്കുന്ന ഒരു സഭ ആയിരിക്കണം. നമ്മളൊരു സഭയുടെ ഭാഗമായിരിക്കണം. ആ സഭയെക്കുറിച്ച്, അല്ലെ ആ സഭയോട് എനിക്ക് ബന്ധമുണ്ട്, ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ ഞാൻ ഒരുങ്ങണം, എൻ്റെ സഭയെ ഒരുക്കണം. സഭയിൽ എന്തിനാണ് ദൈവം ശുശ്രൂഷകന്മാരെ ആക്കിയിരിക്കുന്നത്? ഓരോരുത്തരും അവരവരുടെ ആത്മീയത സൂക്ഷിച്ച് ജീവിച്ച് ഞായറാഴ്ച വന്നൊരു പാട്ടും പാടിയിട്ട് പോകാൻ പറഞ്ഞാൽ പോരായിരുന്നു. അങ്ങനല്ല, അതല്ല ദൈവത്തിൻ്റെ മനസ്സിലെ സഭ. ഈ സഭയിലൂടെ നമ്മൾ പെർഫെക്ഷനിലേക്ക് പോകണമെന്നാണ്. സഭയിലൂടെ ഇൻഡിവിജ്വൽ പെർഫെക്ഷൻ മാത്രം പോലെ. ഇൻഡിവിജ്വലി ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ നമ്മളെ തന്നെ ഒരുക്കണം. പക്ഷേ ഈ സഭ എൻ്റെ ആത്മീയതയെ നയിക്കുന്ന, അതിനുവേണ്ടി ദൈവം ഭൂമിയിലാക്കി വെച്ച്, എൻ്റെ ആത്മീയതയുടെ വളർച്ചയ്ക്ക് വേണ്ടി ദൈവം ഭൂമിയിലാക്കി വച്ചിരിക്കുന്നതാണ് സഭ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനാണ് ദൈവം സഭയിൽ ശുശ്രൂഷകന്മാരെ ആക്കിയിരിക്കുന്നത്. എഫെസ്യ ലേഖനം അതിൻ്റെ 4-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്നതായ, അല്ലെങ്കിൽ അവിടെ ദൈവവചനം നമ്മൾ കാണുന്നതായ കാര്യം എന്താണ്? അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരുമായും നിയമിച്ചിരിക്കുന്നു. ഇൻഡിവിജ്വൽ സ്പിരിച്വാലിറ്റി അല്ല. ദൈവം ചിലരെ സഭയിൽ ആക്കിയിട്ടുണ്ട്, ആക്കിയിട്ടുണ്ട്. അത് ദൈവം, അത് ആര് ചെയ്യുന്ന? അവൻ ചിലരെ അപ്പോസ്തലന്മാരായി. ആര് ചെയ്തതാ ഇത്? ദൈവം ചെയ്തതാ. സഭയിലെ ശുശ്രൂഷ എന്ന് പറയുന്നത്, ശുശ്രൂഷകർ എന്ന് പറയുന്നത് ദൈവം അപ്പോയിന്റ് ചെയ്തവരാ. കമ്മിറ്റി അല്ല ഞാൻ പറയുന്നത്, ശുശ്രൂഷകർ. കമ്മിറ്റി അല്ല, പക്ഷെ ശുശ്രൂഷകരെ ദൈവം സഭയിൽ ആക്കിയിരിക്കുന്നു. നല്ല പോരാട്ടം പോരാടി ഓട്ടമോടിടാം, വല്ല
വല്ലഭന്റെ നല്ല പാത പിന്തുടർന്നിടാം. നല്ല പോരാട്ടം പോരാടി ഓട്ടമോടിടാം. വല്ലഭന്റെ നല്ല പാത പിന്തുടർന്നിടാം. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ഓട്ടക്കളത്തിലോടുന്നോരനേകരെങ്കിലോ ബിരുദു പ്രാപിക്കുന്നോനേകൻ മാത്രമല്ലയോ. ഓട്ടക്കളത്തിലോടുന്നോരനേകരെങ്കിലോ ബിരുദു പ്രാപിക്കുന്നോനേകൻ മാത്രമല്ലയോ. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. പിന്നിലുള്ളതൊക്കെയും മറന്നു പോയിടാം. മുന്നിലുള്ള ലാക്കിലേക്കു നേരെ ഓടിടാം. ആശയിച്ഛയൊക്കവേ അടക്കിയോടുകിൽ ആശ വച്ച പന്തയപ്പൊരുൾ ലഭിച്ചിടും. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ഏതു നേരത്തും പിശാചിടർച്ച ചെയ്തിടും. ഭീതി വേണ്ട ദൂതരുണ്ടു കാത്തുകൊള്ളുവാൻ. കാടുമേടു കണ്ടു സംശയിച്ചു നിൽക്കാതെ ചാടിയോടി പോകുവാൻ ബലം ധരിച്ചിടാം. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ഓട്ടമോടുവാനേകർ മുൻവന്നെങ്കിലോ ലോത്തിൻ ഭാര്യ പോലെ പിന്നിൽ നോക്കി നിന്നുപോയി. അങ്ങുമിങ്ങും നോക്കിയാൽ നീ മുന്നിൽ പോയിടാ. ഭംഗമില്ലാതോടിയാൽ കിരീടം പ്രാപിക്കാം. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ഓട്ടം തീരുന്നാൾ സമീപമായി കാഹളം കേട്ടിടാൻ സമയമായി വേഗമോടിടാം. ആദിഭക്തരോട്ടമോടി വിശ്രമിച്ചിടും. നാട്ടിൽ ചെന്നു പാട്ടുപാടി ആനന്ദിച്ചിടാം. ഭാരം